അങ്ങനെ നോമിനേഷൻ കഴിഞ്ഞു. ഭാഗ്യത്തിന് ലക്ഷ്മിയും ഫാബുവും നെവിനും ഒക്കെ ഈ പ്രാവശ്യം നോമിനേഷൻ പ്രക്രിയയിൽ ഉണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഭാഗ്യം കൊണ്ടാടേ വന്നത്. കാരണം ഫാബുവിനും ലക്ഷ്മിക്കും ഒക്കെ ഈരണ്ട് വോട്ടാണ് കിട്ടിയത്. അതുപോലെ നെവിനും. ഇവരെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവർക്ക് ഈ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് ഗെയിം പോലും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഫാബുവൊക്കെ തുറന്നിട്ട് മാസങ്ങളായി. അതുപോലെ ലക്ഷ്മി ആദ്യത്തെ ആ തള്ളിക്കയറ്റമൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം ഒന്നും ചെയ്യാറില്ല. പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികൾക്ക് ഇവരെന്തൊക്കെയോ വലിയ സംഭവമാണെന്നൊരു തോന്നലുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും ഈരണ്ട് വോട്ട് വീതം നേടി ഇവർ 3 പേരും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. 3 വോട്ട് വീതം നേടി ബെന്നി, അതുപോലെ അനുമോള്, അനീഷ്, അക്ബർ ഇവരും സ്ഥാനം ഉറപ്പിച്ചു. ഷാനവാഫിന് 4 വോട്ട് കിട്ടി. അങ്ങനെ ഇവരിത്രയും പേരാണ് അടുത്ത പ്രാവശ്യം നോമിനേഷൻ പ്രക്രിയയിൽ മത്സരിക്കുന്നത്. ഇവരിൽ ആർക്ക് വേണമെങ്കിലും പുറത്തു പോകാം. ജിഫേലിൻ്റെ കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പുറത്തു പോകാം. പക്ഷേ നമ്മളുടെ നോട്ടത്തിൽ ബെന്നി, ലക്ഷ്മി, അതുപോലെ ഫാബുമോൻ ഇവർക്കൊക്കെ വളരെ നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും, വോട്ടിംഗ് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ആദില ക്യാപ്റ്റൻസിയുടെ ബേസിൽ ആദില രക്ഷപ്പെടുന്നു. നൂറയെ പറ്റി ആരും നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, നൂറയെ ആരും നോമിനേറ്റ് ചെയ്യാനുള്ള താല്പര്യമില്ല. അങ്ങനെ നൂറ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആരിനും ഈ പ്രാവശ്യം നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ ടൈറ്റ് മത്സരമായിരിക്കും നടക്കുന്നത്. ഇതിൽ ജെനുവിനായ കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾ ആരെങ്കിലും പുറത്തു പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ജിഫേലിൻ്റെ പുറത്താകൽ കാണിച്ചു തരുന്നൊരു സംഭവമുണ്ട്. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുക നിങ്ങളിഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടി.